ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യഭാമ ശാലിനിയോട് പറയാണ്, ഇനി ഒരു പൂച്ചക്കുഞ്ഞിനെ വലിച്ചെറിയുന്നത് പോലെ നിൻ്റെ അനിയത്തിയെ ഞാൻ നടു റോഡിൽ കൊണ്ടുയിടുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനത്തെ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണല്ലോ, മരണപ്പെടുമെന്നൊക്കെ കരുതിയിട്ടാണല്ലോ താൻ തൻ്റെ ജീവിതം പോലും വേണ്ടെന്ന് വെച്ചത് എന്നിങ്ങനെ ശാലിനി ചിന്തിച്ചു പോകുന്ന ആ നിമിഷങ്ങളിലോട്ട് ശാലിനിയെ കൊണ്ടുപോയും കൊണ്ടിരിക്കുകയാണ് സത്യഭാമയുടെ പ്രവൃത്തി കേട്ടോ. അങ്ങനെ സത്യഭാമ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വരുന്ന സത്യഭാമ ആകെ ഉറഞ്ഞു തുള്ളിയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ രാഘവനും വിഷ്ണുവും അതുപോലെ രോഹിത്തൊക്കെ നിൽക്കുന്നുണ്ട്. രോഹിത് ഈ റീമേക്കിലുണ്ട്, ഇവിടെ വന്നോന്ന് അറിയില്ല. അങ്ങനെ എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്യാമയോട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് സത്യഭാമ. അപ്പോൾ ഉടൻ തന്നെ രാഘവൻ ചോദിക്കുകയാണ്, ഇന്ന് എന്താണാവോ എൻ്റെ പ്രിയതമക്ക് ഇത്ര വല്ലാത്ത കാര്യത്തിൽ കിട്ടിയത്? ദേ രാഘവേട്ട, എനിക്ക് അല്ലെങ്കിലേ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയമാണ്, അപ്പോഴാണ് നിങ്ങളുടെ ഇങ്ങനെയുള്ള സംസാരം. പിന്നെ ഞാൻ എന്ത് പറയണം? അതെ, ഈ കാർത്തികയുണ്ടല്ലോ, ഈ കാർത്തികയും കൂട്ടി ഇവള് ഓരോന്ന് പറഞ്ഞ് അടുത്ത് കൂടിയിട്ട് കാർത്തികയെ പുറത്ത് കൊണ്ടുപോയിരിക്കുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അപ്പോൾ ഉടൻ തന്നെ കാർത്തികയും ശ്യാമയും കൂടി പുറത്തു പോകുന്നത് അത്ര വലിയ തെറ്റാണോ? നിങ്ങളിങ്ങനെ ഇടയിൽ കയറി സംസാരിക്കരുത് കേട്ടോ, അതെനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് എന്ന് സത്യാമ്മ പറയുമ്പോൾ പിന്നെ ഞാൻ ഇതിനെന്താ പറയേണ്ടത്? അതൊക്കെ ഇപ്പോൾ അത്ര വലിയ തെറ്റാണ്. ഇവർ തമ്മിൽ അമ്പലത്തിൽ പോവുകയോ പുറത്ത് പോവുകയൊക്കെ ചെയ്യുന്നത്. നിൻ്റെ രണ്ട് മക്കളും നിൻ്റെ രണ്ട് മരുമക്കളും ഒരേപോലെയാണെന്ന് നീ പറയാറുണ്ടല്ലോ, പിന്നെ എന്താ? അത് ചോദിച്ച ഉടൻ തന്നെ ദേ രാഘവേട്ട, ഞാനൊന്ന് പറയട്ടെ. അപ്പോൾ ഉടൻ തന്നെ രാഘവൻ അല്ല, നീ ഇനിയിപ്പോൾ ശ്യാമയെ വേണ്ടെന്ന് വെച്ചോ, നിൻ്റെ മരുമകളെല്ലാം ഒന്ന് കൂട്ടിയോ? ഇപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട പുതിയ മരുമകൾ വന്നപ്പോൾ രാഘവേട്ട എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അപ്പോൾ ഉടൻ തന്നെ സത്യഭാമ ഇങ്ങനെ പറയാനേട്ടാ. അപ്പോൾ രാഘവൻ, ശരി, ഇനി എൻ്റെ തൊള്ള തുറക്കുന്നതാണ് നിനക്ക് കുഴപ്പമെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നേക്കാം എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം സത്യാമ്മ പറയാണ്, ഇവൾ കാർത്തികയെ കൊണ്ടുപോയിരിക്കുന്ന ആരോടുത്തോട്ടാണെന്ന് അറിയണ്ടേ വിഷ്ണു നിനക്ക്? അത് ശാലിനിയുടെ അടുത്തോട്ട്. ഇവളോട് ഓരോന്ന് കുത്തി കുത്തി ചോദിക്കാൻ വേണ്ടിയിട്ട് കാർത്തികയെ ഇട്ട് നിർത്തി പൊരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ വന്നത്. അവളുടെ IAS പദവിയൊക്കെ എടുത്തിട്ട് അവൾ പോലീസിൽ കാർത്തികയെ പിടിച്ചു കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു എന്ന് പറയുമ്പോൾ വിഷ്ണു ആകെ ഞെട്ടിപ്പോവാണ് കേട്ടാ. ഈശ്വര, ഷാനി എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുന്നു എന്നിങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ ഈ സമയം ശ്യാമേ, നീ ഈ വീട്ടിൽ വന്ന് ആദ്യമായി നല്ലൊരു പ്രവൃത്തി നിൻ്റെ ചേച്ചിക്ക് വേണ്ടി നീ ചെയ്തല്ലോ. ഇത് കേൾക്കുന്ന സത്യമ്മ, ദേ രാഘവേട്ട, എനിക്ക് ദേഷ്യം വരുന്നു കേട്ടോ, എനിക്കെൻ്റെ ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, ഞാനെന്തെങ്കിലും പറയുമ്പോഴാണല്ലോ നിനക്ക് കുറ്റം എന്ന് പറയട്ടോ. ഇതേ സമയം ഇനിയിപ്പോൾ എന്ത് പറയാനാണ്? ഇവരിപ്പോൾ ശാലിനി ഒന്ന് കണ്ടു എന്ന് കരുതിയിട്ട് ഇപ്പോൾ കാർത്തിക എന്തിനാ പേടിക്കുന്നത്? ഈ കുട്ടിക്ക് പേടിക്കേണ്ട ആവശ്യം എന്താ എന്നൊക്കെ ഇങ്ങനെ രാഘവൻ ചോദിക്കുമ്പോൾ, അത് തന്നെ ഞാൻ പറയുന്നത്. ഇവിടുന്ന് ഈ സത്യഭാമയുടെ വീട്ടിൽ നിന്ന് സത്യഭാമയുടെ ഉപ്പും ചോറും നിന്നിട്ട് സത്യഭാമയെ കബളിപ്പിച്ച ഇവളെ പോലെയുള്ളവൾക്ക് ഞാൻ ശിക്ഷ കൊടുക്കാതിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ രാഘവൻ പറയും, ബാമേ അതിരി കിടക്കുന്നു നിൻ്റെ പ്രവൃത്തി. രാഘവേട്ടനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഈ വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് കാർത്തിക. അവൾ ഇങ്ങോട്ടേക്ക് കയറി വന്ന് അവൾ അമ്പലത്തിലോട്ടെന്ന് പറഞ്ഞിട്ട് IASകാരിയുടെ മുന്നിലോട്ട് ചോദ്യം ചെയ്യാൻ ഇട്ടുകൊടുത്തിരിക്കുന്നു. അതിന് ഇവൾക്കൊരു ശിക്ഷയുണ്ട്. ഇവളുടെ കൂടപ്പറപ്പുമായി ഇവൾ ഇനി ഒരു ബന്ധം കൂടാൻ പാടില്ല. അതിന് ആരതി തട്ടിൽ തൊട്ട് ഇവൾ സത്യം ചെയ്യണം എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ശാലിനി, അതൊക്കെ രക്തബന്ധമാണല്ലോ. ആ ലെവലിൽ നിൽക്കുകയാണ്. ബാമേ, നിന്റെ സ്വഭാവം മതിരി കിടക്കുന്നു. രക്തബന്ധത്തെ നിനക്ക് ഒരിക്കലും അകറ്റാൻ കഴിയില്ല. നീ വിഷ്ണുവിനെയും ശാലിനിയെ അകറ്റിയതുപോലെ ദേ രാഘവട്ട, നിങ്ങൾ പലതവണ എന്നോട് അത് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുവിനെയും ശാലിനി ഞാൻ അകറ്റിയിരുന്നു. ഞാൻ എങ്ങനെ അകറ്റുന്നു? ഞാൻ അകറ്റിയിട്ടില്ല. അവളുടെ ഇഷ്ടത്തിന് 6 കൊല്ലം മുന്നേ ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോയതല്ലേ. ഇപ്പോൾ എൻ്റെ മകൻ അത് കണ്ണു തുറന്നു. അതുകൊണ്ടല്ലേ ഇപ്പോൾ വേറൊരു പെണ്ണിനെ താലി കെട്ടി കൊണ്ടുവന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട്, ആര് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ആരെന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇവിടെ ഈ പറയുന്ന സത്യം ഇവൾ ചെയ്തു തരണം. ഈ ശ്യാമ ഇനി ശാലിനിയെയോ മറ്റുള്ളവരെയോ ഒന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടങ്ങ് പൊന്നി, നീ നോക്കി നിൽക്കാതെ ആരതിത്തട്ട് എടുത്ത് വാ എന്ന് പറയട്ടെ. എന്നാൽ പൊന്നിക്കത് പോവാൻ താല്പര്യമില്ല. ഞാനിവിടെ പണിക്ക് നിർത്തിയവർ പണിക്കാരുടെ ആ ഗുണം കാണിച്ചാൽ മതി, അല്ലാത്ത ഗുണം ഒന്നും ഇവിടെ കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പൊന്നിപ്പോൾ ആരതിത്തട്ടും എടുത്ത് പൊന്നിയല്ല കേട്ടോ, പിള്ളയാണ് ആരതിത്തട്ട് എടുത്ത് വരുന്നത്. ഇതേ സമയം പിള്ള ആരതിത്തട്ടൊക്കെ എടുത്ത് വരികയാണ് ശ്യാമയുടെ മുന്നിലോട്ട്. എന്നാൽ ശ്യാമയാണെങ്കിലോ ഒരിക്കലും തനിക്ക് ആ സത്യം ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ആ ഒരു പ്രതിസന്ധിയിലാണ്. അപ്പോൾ ശ്യാമയോട് പറയണേ, എനിക്ക് ഈ വീട്ടിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നീ ഈ ഒരു ആരതിയിൽ തൊട്ട് സത്യം ചെയ്യണം എന്ന് ശ്യാമയോട് പറയണം കേട്ടോ. അപ്പോഴാണ് പൊന്നി ഇങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. പപ്പിയോട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറയാണ്. അപ്പോൾ പപ്പി, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു.
ഒരൊറ്റ തട്ടങ്ങ് തട്ടണം കേട്ടോ ഈ ചോറിൻ്റെ ആ പ്ലേറ്റ്. അതോടുകൂടി വറ്റുകൾ ഇങ്ങനെ ചിതറിക്കിടക്കണം കേട്ടോ. ഇത് കാണുന്ന സത്യഭാമ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. പൊന്നി അവിടെ എന്താ എന്ന് പറയുമ്പോൾ പപ്പിമോള് ഭക്ഷണം കഴിക്കുന്നില്ല, ഇന്ന് രാവിലെ മുതൽ അവളൊന്നും കഴിച്ചിട്ടില്ല, ഒന്നും കൂട്ടാക്കുന്നില്ല എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ പപ്പി ഇവിടെ വന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്ന് പറഞ്ഞിട്ട് പപ്പി അങ്ങ് തല തിരിക്കുകയാണ് കേട്ടോ. എന്താ പപ്പി, ഞാൻ ചോദിക്കുമ്പോൾ നിനക്ക് എന്നോടൊരു തലതിരിക്കൽ, എന്താ നിനക്ക് പ്രശ്നം എന്ന് പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ല സത്യാമ്മയോട് എന്ന് പറയാനിട്ടാ. ഇത് കേട്ട ഉടൻ തന്നെ അവിടെ രാഘവൻ പറയാണ് കലികാലം അല്ലാതെ എന്ത് പറയാൻ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അത് കേട്ട ഉടൻ തന്നെ സത്യഭാമക്ക് ദേഷ്യം പിടിക്കാൻ. രാഘവേട്ട നിങ്ങളുടെ വായൊന്ന് അടക്കുന്നുണ്ട്, അല്ലെങ്കിലേ ഞാൻ ഇവിടെ കലിപ്പിലാണ്. അതിനിടയിൽ ഈ കൊച്ചിനെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, നീ ഭക്ഷണം കൊണ്ടുവന്നേ പൊന്നി, ഞാനൊന്ന് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ പൊന്നിയോട് ഭക്ഷണം കൊണ്ടുവരാൻ പറയാനേട്ടാ. അങ്ങനെ പൊന്നി ഭക്ഷണവുമായി വന്ന് പപ്പിക്ക് ഇങ്ങനെ വാരി കൊടുക്കണം. അപ്പോൾ പപ്പി പറയണേ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, ഞാൻ വിശന്ന് ചത്താലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വേണ്ട എന്ന് പറയാനേട്ടാ. ഇതേ സമയം സത്യഭാമ ചോദിക്കും എന്താണാവോ എൻ്റെ മോളുടെ പ്രശ്നം എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ രാഘവൻ പറയാം അങ്ങനെ ഒരു നയത്തിലൊക്കെ കുട്ടികളോട് സംസാരിക്കുക, അവളോടെങ്കിലും ഇനി അങ്ങനെ ചോദിച്ചല്ലോ എന്താ പ്രശ്നമെന്ന്, അതുകൊണ്ട് നീ അവളുടെ പ്രശ്നമെങ്കിലും ഒന്ന് പരിഹരിച്ച് കൊടുക്കുക എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയാണ് ശരിയാണ് അമ്മേ എന്ന് പറയണേ. ഇതേ സമയം ഞാൻ പറയാം സത്യാമ്മ എന്നാൽ എനിക്കത് നിറവേറ്റി തരുമോ? തീർച്ചയായും എൻ്റെ മോള് പറഞ്ഞു, ഞാൻ നിറവേറ്റി തരാം. അതെ എൻ്റെ സത്യ, എൻ്റെ കൂട്ടുകാരിയില്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആവുമ്പോൾ എൻ്റെ കൂട്ടുകാരി ബർത്ത്ഡേക്ക് വരണമെന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന സത്യഭാമ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ആ വൃത്തികെട്ടലുമായി ഒരു കൂട്ട് പാടില്ല എന്ന്, പിന്നെ നീ എന്തിനാണ് അത് ചെയ്യുന്നത്? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അല്ലേ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് വിളിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണോ അവരാണ് വരേണ്ടതെന്ന് പറയട്ടോ. അപ്പോൾ ഉടൻ തന്നെ സത്യാമ്മയുടെ മുന്നിൽ വെച്ച് വീണ്ടും രാഘവൻ പറയാണ് കലികാലം എന്ത് ചെയ്യാൻ, അച്ഛമ്മയുടെ ആ സ്വഭാവ ഗുണം കുട്ടിയിലും കെട്ടിയിരിക്കുന്നു എന്ന് പറയണ്ട. അപ്പോൾ ഇങ്ങനെ രാഘവൻ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യഭാമയെ. അപ്പോൾ സത്യഭാമക്ക് കൂടുതൽ ദേഷ്യം വരികയാണ്. അപ്പോൾ സത്യഭാമ പറയുന്നത് രാഘവേട്ട ക്ഷമിക്കുന്നതിലൊരു പരിധിയുണ്ട്, നിങ്ങളൊന്ന് വായ അടക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നീ ആരത്തിത്തട്ട് എടുത്ത് ആ കുഞ്ഞിനെ നീ എന്തെങ്കിലും ചെയ്യുമോ, എന്നാൽ നിനക്ക് ഒരു പ്രാവശ്യം ഇറങ്ങിപ്പോയത് തന്നെ ഓർമ്മയിലില്ലേ എന്നിങ്ങനെ രാഘവൻ പറയുന്ന സമയത്ത് പപ്പിയോട് പറയാണ് എന്താ പപ്പി നിൻ്റെ പ്രശ്നം, എനിക്ക് സത്യക്ക് വിളിക്കണം, അത്രയേ ഉള്ളൂ പ്രശ്നം, അതോടുകൂടി നിൻ്റെ പ്രശ്നം തീരുമോ? എനിക്ക് സത്യക്ക് വിളിക്കണം, എനിക്ക് സത്യ എൻ്റെ ബർത്ത്ഡേക്ക് വരണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കുഞ്ഞിന് മുന്നിൽ സത്യഭാമ മുട്ടുകുത്തേണ്ടി വരികയാണ്. അങ്ങനെ ശാലിനിയുടെ ഫോണിലോട്ട് സത്യഭാമയുടെ ഫോണിൽ നിന്നും വിളിക്കുന്ന ഒരു കിടുക്കൻ സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. എന്നാൽ ആ ഫോൺ വിളിക്കുമ്പോഴാണ് സത്യഭാമ ഒരു സത്യം അറിയുന്നത്. ഈ പറയുന്ന പപ്പിയുടെ പിറന്നാളിൻ്റെ അന്നേ ദിവസം തന്നെയാണ് സത്യയുടെ പിറന്നാൾ എന്ന് സത്യ ആ കുഞ്ഞിനോട് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോട്ടെ, ശാലിനിയും പപ്പിയും. അപ്പോൾ ആ ഒരു സീൻ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ പറയാവേ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.